ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ ക്രൂരമായി മർദ്ദിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടു. 3 സെക്യൂരിറ്റി ജീവനക്കാർ കുറ്റക്കാരാണെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾ മർദ്ദനത്തിനിരയാകുന്നത് നിത്യസംഭവമാണെന്ന് രോഗിയുടെ ബന്ധു റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ 20-ാം തീയതി എൻ്റെ അനുജനുണ്ടായ വളരെ നിഷ്ഠൂരമായ ഒരു സംഭവം, അത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി കൊടുക്കുകയും റിപ്പോർട്ടർ ചാനൽ അത് കൃത്യമായി അന്വേഷിക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യം രംഗത്ത് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അധികാരികൾ ഉണരുകയും അതിലൂടെ അവർ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും മാത്രവുമല്ല CCTV ദൃശ്യങ്ങളിലൂടെ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറെ നന്ദി പറയേണ്ടത് റിപ്പോർട്ടർ ചാനലിനോടാണ്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഊളംപാറ പേരൂർക്കട ആശുപത്രി. ഇവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള അക്രമങ്ങളേറ്റാണ് മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ജനങ്ങളായ നമ്മൾ പിറ്റേ ദിവസം പത്രങ്ങളിൽ വായിക്കുന്നത് ഊളംപാറ മാനസികരോഗ ആശുപത്രിയിൽ രോഗികൾ തമ്മിൽ ഏറ്റുമുട്ടി അതിൽ ഒരു മരണമെന്നാണ്. എൻ്റെ അനുജൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഇപ്പോൾ നേരെ ഒരു ആശ്വാസം വന്നത് ഈ കുറ്റവാളികളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു എന്നെനിക്ക് ലേ സെക്രട്ടറി എന്നെ വിളിച്ചറിയിച്ചു. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്, പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈ രോഗികൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണെന്ന് വരുത്തി തീർക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരിലെ. വലിയ മർദ്ദനങ്ങൾ അവിടെ നടക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നതും. 3 സെക്യൂരിറ്റി ജീവനക്കാർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് നടപടിയല്ലേ? കൃത്യമായ നടപടിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഊളംപാറ പേരൂർക്കട മാനസികാരോഗ്യ ആശുപത്രി, നമുക്കറിയാം പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ഇതിനിടെയാണ് റിപ്പോർട്ടർ TVയിലേക്കൊരു വിവരം വരുന്നതും ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നതും. പരുത്തിക്കുഴി സ്വദേശിയായ മാനസിക പ്രശ്നമുള്ള ഒരാളെ അവിടെ കൊണ്ടു ചെല്ലുന്നു. അപ്പോൾ തന്നെ ബന്ധുക്കൾ, അതിനുള്ളിലേക്ക് ബന്ധുക്കൾക്ക് പ്രവേശനമില്ല. അവിടെ ചെന്നാൽ പിന്നെ വാർഡന്മാരും മറ്റുമാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയ രോഗിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പിറ്റേ ദിവസം അവിടെ എത്തിയ ബന്ധുക്കൾക്ക് കാണാൻ കഴിഞ്ഞത്. കണ്ണും മുഖവുമൊക്കെ ഇടിച്ച് പരത്തി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്ന രൂപത്തിലേക്ക് മർദ്ദനമുണ്ടായി. വാരിയല്ലുകൾക്ക് നാഭിക്ക് ചവിട്ടുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് വാർത്ത നൽകിയത്. അതിനുശേഷം ഇപ്പോൾ അത് ശരിയാണ് എന്ന് ആശുപത്രി അധികൃതരിനെ സമ്മതിക്കുന്നു. 3 സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതിൽ 2 പേർ താൽക്കാലികക്കാരാണ്. അജിത് കുമാർ, അനീഷ് എന്നീ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒപ്പം ഏജൻസി വഴി ജോലിക്കെത്തിയ ബിജു ജയൻ എന്നാളെ മടക്കി അയച്ചതായും ആശുപത്രിയിൽ നിന്ന് വിവരം വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വിവരങ്ങൾ അന്വേഷിക്കാൻ ആശുപത്രിയിലേക്ക് വിളിക്കുമ്പോൾ ആശുപത്രി അധികൃതരുടെ മറുപടി തന്നെ നിഗൂഢമാണ് എന്നുള്ളതാണ്. ആ നിലയിലുള്ള സമീപനം എന്തുകൊണ്ട് ആശുപത്രിയിൽ നിന്നുണ്ടാകുന്നു, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മർദ്ദനമുറകളുടെ വിവരം ഈ ആരോപണം പോലെ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വന്നൊരു പരാതി ഇപ്പോൾ ശരിയാണെന്ന് വന്നിരിക്കുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ഒരു മാനസികാരോഗ്യ പ്രശ്നമുള്ളയാളെ, സാധാരണ മാനസികാരോഗ്യ പ്രശ്നമുള്ളയാളെ കൊണ്ടുപോകുന്ന ഉള്ളവരെ കൊണ്ടുപോകുന്നത് ആ വിധത്തിൽ കൈകാര്യം ചെയ്യാനുണ്ട്. പക്ഷേ ക്രൂര മർദ്ദന മുറകൾക്ക് ഇരയാക്കുന്നു എന്നതായിരുന്നു നമ്മൾ നൽകിയ വാർത്ത. അത് ശരിയാണെന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയാണ്. വിനീത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇനിയെങ്കിലും അവിടുത്തെ അതിക്രമങ്ങൾക്കൊരു അറുതി വരുമോ, അല്ലെങ്കിൽ ഒരു ശ്രദ്ധ സർക്കാരിൻ്റെതായി അങ്ങോട്ട് വരുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. അതിലിൻ്റെ വാർത്ത ഏതായാലും ഫലം കണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയാണ് അതിൽ പാലോട് പങ്കുവച്ചത്. 3 സെക്യൂരിറ്റി ജീവനക്കാരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്.